മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നു. 141.8 അടിയായാണ് അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നത്. അണക്കെട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്നത് തമിഴ്നാട് പൂർണ്ണമായും നിർത്തി. സുപ്രീം കോടതി നിയോഗിച്ച മേൽനോട്ട സമിതിയിലെ കേരളത്തിന്റെ പ്രതിനിധി വി.ജെ. കുര്യനും സംഘവും അണക്കെട്ടിൽ ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ പൂർണ്ണമായും കുറഞ്ഞു. നീരൊഴുക്കും കുറഞ്ഞിട്ടുണ്ട്. തമിഴ്നാട് ജലം കൊണ്ടുപോകുന്നത് നിർത്തിയതാണ് ജലനിരപ്പ് ഉയരാൻ കാരണം. രാവിലെ വരെ 147 ഘനയടി ജലമാണ് സെക്കൻഡിൽ തമിഴ്നാട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ 10:30യോടെ വെള്ളം കൊണ്ടുപോകുന്നത് പൂർണ്ണമായും നിർത്തി. ജലനിരപ്പ് 142 അടിയാക്കി 24 മണിക്കൂർ നിലനിർത്താനാണ് തമിഴ്നാടിന്റെ നീക്കം. ജലനിരപ്പ് 142 അടിയാക്കിയാലും സുരക്ഷാ ഭീഷണിയില്ലെന്ന് സ്ഥാപിക്കാനാണ് ഇതിലൂടെ തമിഴ്നാട് ലക്ഷ്യമിടുന്നത്. അതേസമയം ജലനിരപ്പ് ഉയർന്നാൽ സ്പിൽവേ ഷട്ടറുകൾ തുറക്കുന്നത് സംബന്ധിച്ച് ഇതുവരെ ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന് തമിഴ്നാട് വിവരങ്ങൾ കൈമാറിയിട്ടില്ല. 6-7 മണിക്കൂർ മുമ്പ് മുന്നറിയിപ്പ് നൽകണമെന്ന ആവശ്യവും ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ജലനിരപ്പ് 142 അടിയായ സാഹചര്യത്തിലാണ് സുപ്രീം കോടതി നിയോഗിച്ച മേൽനോട്ട സമിതിയിലെ കേരളത്തിന്റെ പ്രതിനിധി വി.ജെ. കുര്യൻ അണക്കെട്ടിൽ പരിശോധനയ്ക്ക് എത്തിയത്. മുല്ലപ്പെരിയാർ സെൽ ചെയർമാൻ എം.കെ. പരമേശ്വരൻ നായർ, ഇറിഗേഷൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ വസന്ത, ഇടുക്കി എം.പി. ജോയ്സ് ജോർജ് എന്നിവരും അണക്കെട്ടിലെത്തിയിട്ടുണ്ട്. സനൽ ഫിലിപ്പ്, റിപ്പോർട്ടർ, ഇടുക്കി.